അപ്പൊ തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ഭഗവാനെ എന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ പോകണ്ട. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് ടിപ്സ് പറയാം. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഡെമോ ക്ലാസ്. ഡെമോ ക്ലാസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗത്ത് നിങ്ങളോട് ഒരു ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയും. ഒന്നുകിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരും, അതായത് ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ മുന്നിലിരുത്തിയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരും. ഈ സമയത്ത് നമ്മുടെ ടീച്ചിങ്, നമ്മുടെ അപ്പിയറൻസ്, അതുപോലെ നമ്മൾ കുട്ടികളുമായിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടാക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തും. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ ജോബ് സെലക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഡെമോ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ നെർവസ് ആവും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ടീച്ചർമാരും ഡെമോ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ എന്തായാലും നെർവസ് ആവും. അതായത് നമുക്കൊരു ആങ്സൈറ്റി ആയിരിക്കും, എന്റെ ഡെമോ ക്ലാസ് നന്നാവോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എല്ലാ ടീച്ചർമാർക്കും ഉണ്ടാവും. അതിന് പുതിയ ടീച്ചർ ആയാലും ശരി, പഴയ ടീച്ചർ ആയാലും ശരി, ഡെമോ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. പിന്നെ തുടക്കത്തില് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും പറയും ഡു യുവർ ബെസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് തോന്നുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കുക, ഇത്ര മാത്രമേ എല്ലാവരും പറയുള്ളൂ. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ എങ്ങനെ അഭിമുഖീകരിക്കും? അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും? ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ല. അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം അവസാനം ഞാൻ നിങ്ങൾക്കൊരു ബോണസ് ടിപ്പും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത്തേത് ഡ്രസ് അപ്പ് നൈസ്ലി. നമ്മളൊരു ഡെമോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ പ്രൊഫഷണൽ ആയിരിക്കണം. നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിപ്പിക്കാൻ പോകുന്നത് ആ സ്കൂളിന്റെ ഡ്രസ് കോഡ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ധരിക്കാൻ. അതേസമയം നിങ്ങൾ എത്ര നന്നായി ഡ്രസ്സ് ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനെ തീർച്ചയായും സ്വാധീനിക്കും. അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാര് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, ബി പ്രിപ്പയർ വിത്ത് യുവർ ടോപ്പിക്. ഇതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. കാരണം നിങ്ങൾ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾ മാത്സിന്റെ ടീച്ചർ ആയിക്കോട്ടെ, ഇംഗ്ലീഷിന്റെ ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങൾ 2 or 3 ടോപ്പിക്ക് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ കോൺഫിഡന്റ് ആയിട്ട് ഉള്ളത് ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്കറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ മടി വിചാരിക്കാൻ പാടില്ല. വളരെ നന്നായിട്ട് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, എൻ്റർ വിത്ത് എ സ്മൈൽ. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ വരാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ മുഖത്തെ ചിരി നിങ്ങളുടെ ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഹാപ്പിനെസ്സും ചിരിയും ഒക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെയും ക്ലാസ്സിനെയും ഹാപ്പി ഉള്ളതാക്കി മാറ്റും. ഇനി നാലാമത്തെ പോയിന്റ്, ഗ്രീറ്റ് എവരി വൺ. നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നിങ്ങൾ കുട്ടികളെ വിഷ് ചെയ്യണം. ഇങ്ങനെ വിഷ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ പല സ്ഥലത്തും ആയിരിക്കും. അപ്പോ നിങ്ങൾ കുട്ടികളെ വിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ സമയത്ത് തന്നെ നിങ്ങൾ ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കണം. അതായത് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി മുതൽ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് വരെ നിങ്ങൾ നോക്കിയിരിക്കണം. ഇങ്ങനെ നോക്കിയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് തോന്നും ടീച്ചർ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത ഓരോ കുട്ടിയിലും ഉണ്ടാവും. അതേസമയം നിങ്ങൾ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും തോന്നും ഈ ടീച്ചർ എല്ലാ കുട്ടികളെയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത അവർക്കും ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾ എല്ലാ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന ചിന്ത ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ക്ലാസ്സിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് നിങ്ങൾ ആരാണ്, ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്
എന്ന കാര്യമൊക്കെ മനസ്സിലാവുക. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും നടത്താം. അതായത് കുട്ടികളോട് നിങ്ങൾക്ക് ചോദിക്കാം, കുട്ടികളെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുപോലെ നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ട് വളരെ നല്ലൊരു ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്, നല്ല പഠിപ്പിക്കാൻ പറ്റിയൊരു ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കാം. ഇപ്പോ നിങ്ങളും കുട്ടികളും തമ്മിൽ കുറച്ച് കോൺവെർസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങാം. അതായത് നിങ്ങൾക്ക് മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇനി 6ാമത്തെ പോയിന്റ്, സ്റ്റാർട്ട് ടീച്ചിങ് യുവർ ടോപ്പിക്. നിങ്ങൾ കുട്ടികളെ ടോപ്പിക് പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ആദ്യം തന്നെ ചോദിക്കുക. ഉദാഹരണത്തിന് നിങ്ങളൊരു മാത്സ് ടീച്ചറാണ്, നിങ്ങളിപ്പോ കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കാൻ പോവുകയാണ്, ചെറിയ കുട്ടികളെ. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് 1+1=2 എന്ന് പറയുന്നതിന് പകരം അതൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡോ അതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ച് വേണം നിങ്ങൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പിന്നെ എളുപ്പമാവും. അതായത് നിങ്ങൾ ഈ റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെയും സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ആലോചിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ അവര് ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ആവും, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് അവര് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി 7ാമത്തെ പോയിന്റ്, ടേക്ക് എ ക്വിക്ക് റിവിഷൻ അറ്റ് ദ എൻഡ്. അതായത് നിങ്ങൾ ഇതുവരെ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അതിന്റെ ക്വിക്ക് റിവിഷൻ നിങ്ങൾ എന്തായാലും ചെയ്യണം. കാരണം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവര് നിങ്ങൾ എങ്ങനെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 5 മിനിറ്റ് ഉള്ള ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങളുടെ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾ ഇതുവരെ എന്താണോ പഠിപ്പിച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അത് എത്രത്തോളം കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ ആൻസർ പറയുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെ ഇംപ്രസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇനി 8ാമത്തെ പോയിന്റ്, ടീച്ച് ദ ഇന്റർവ്യൂവേഴ്സ് ആസ് ഇഫ് യു ആർ ടീച്ചിങ് യങ് ചിൽഡ്രൻ. അതായത് ഇന്റർവ്യൂ ചെയ്യുന്നവരെ കുട്ടികളായി കണ്ടു പഠിപ്പിക്കുക. ചില സമയത്ത് ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവരെ കുട്ടികളായി കണ്ടിട്ട് വേണം നിങ്ങൾ പഠിപ്പിക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടും, ചിലപ്പോ തീരെ റെസ്പോൺസ് കിട്ടിയില്ല എന്നും വരും. പക്ഷെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല ഫ്ലോയിൽ ക്ലാസ് അങ്ങ് എടുത്ത് പോവുക. ഇന്റർവ്യൂ ചെയ്യുന്നവര് നിങ്ങളുടെ സബ്ജക്ട് നോളജും നിങ്ങൾ ക്ലാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഇനി 9ാമത്തെ പോയിന്റ്, വോയിസ് മോഡുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഇതൊരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടീച്ചർമാര് ചില സമയത്ത് നല്ല ഉയർന്ന ശബ്ദത്തിൽ ഒച്ചത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ടാവാം, ചില സമയത്ത് വളരെ സോഫ്റ്റ് വോയിസിലും അവര് ക്ലാസ് എടുക്കും. അതിങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുക. അതായത് ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ കൂടുതൽ എക്സ്പ്രഷനും ഹാൻഡ് മൂവ്മെന്റും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അതേസമയം നിങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ചിരിയോടെ സന്തോഷത്തോടെ കുട്ടികളെ കണക്ട് ചെയ്താണ് പഠിപ്പിക്കേണ്ടത്. ഇനി 10ാമത്തെ പോയിന്റ്, ഇൻ കേസ് സംതിങ് വെന്റ് റോങ് ടേക്ക് എ പോസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. അതായത് നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ഭഗവാനെ എന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ പോകണ്ട. കാരണം ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടാവുക സാധാരണയാണ്. അത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും അറിയാം. ക്ലാസ് എടുക്കുമ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ആ സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാസ് നിർത്തുക, എന്നിട്ടൊന്ന് ചുറ്റും ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക, പിന്നെ ഒന്ന് ചിരിക്കുക, വീണ്ടും കോൺഫിഡൻസോടെ നിങ്ങളുടെ ബാക്കി ടോപ്പിക് കൂടി നിങ്ങൾ പഠിപ്പിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് ടിപ്സ് പറയാം. അതായത് നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് ആദ്യം തന്നെ പേര് ചോദിക്കുക. അതിനുശേഷം ആ കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ആ കുട്ടി ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടിയുടെ പേര് വിളിച്ച് നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ദിയ വെരി ഗുഡ്, അഖിൽ വെരി ഗുഡ്, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പേര് വിളിച്ച് നിങ്ങൾ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും.
ഇനിയിപ്പോ അഥവാ ക്വസ്റ്റ്യൻ ചോദിച്ച് കുട്ടി ആൻസർ പറഞ്ഞില്ലെങ്കിലോ, നിങ്ങൾ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു നെഗറ്റീവ് റിമാർക്ക് കൊടുക്കരുത്. മറിച്ച് ആൻസർ പറയാൻ വേണ്ടി ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. അതേസമയം ആ കുട്ടി ആൻസർ പറയാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ ടീച്ചർമാര് ഇന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ച് നല്ലൊരു ഡെമോ ക്ലാസ് എടുക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.